നൂറ്റാണ്ടുകൾ കടന്നെത്തിയ മനുഷ്യൻ സയൻസ് എന്ന ശാസ്ത്രശാഖയെ വളർത്തി വികസിപ്പിച്ച് നേടിയ നേട്ടങ്ങൾക്ക് കണക്കില്ല. ജീവനുള്ള എന്തിൻ്റെയും സിറോക്സ് കോപ്പി എടുക്കുന്ന തരത്തിലല്ലേ ജനിതക ശാസ്ത്രം വളർന്നത്. ചന്ദ്രനിലെത്തുന്നു, ചൊവ്വയിൽ പര്യവേഷണം നടത്തുന്നു. ഇതെല്ലാം ചെയ്യുന്ന അതേ മനുഷ്യൻ തന്നെ അനന്തമായ പൗരാണികമായ ഒരു ശാസ്ത്രത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ മടിക്കുന്നുമില്ല. അത്രയും ഉയരത്തിലാണ് ഇന്നും ജ്യോതിശാസ്ത്രത്തിന്റെ സ്ഥാനം. ജീവിതത്തിൽ ഏറിയ പങ്കും ഈ ശാസ്ത്രം പഠിക്കാനായി ചിലവിട്ട ഇന്നും ചിലവിടുന്ന ഒരു യുവ ജ്യോതിഷിയെ പരിചയപ്പെടാം. അല്പം ആലങ്കാരികമായി പറഞ്ഞാൽ, മറ്റു കുട്ടികൾ സ്കൂൾ സിലബസുമായി പൊരുത്തപ്പെടാൻ മനഃപ്പാഠം നടത്തുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ജ്യോതിശാസ്ത്ര പാഠങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. സിറ്റി ചാനലിൽ നക്ഷത്രവാരം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്ന PS ശ്രീവാസ്തവയെ കൂടുതൽ അടുത്തറിയാം. വിജയഗാഥയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നെന്മാറയ്ക്കടുത്ത് അയിലൂരിലാണ് ശ്രീവാസ്തവയുടെ ജന്മസ്ഥലം. അധ്യാപകനായ പ്രഭാകരന്റെയും അംഗൻവാടി ടീച്ചറും B.Ed ബിരുദധാരിയുമായ അരുണകുമാരിയുടെയും മകൻ. അമ്മ വഴിക്കാണ് ശ്രീവാസ്തവയുടെ ജ്യോതിഷ പാരമ്പര്യം. മാതൃ സഹോദരനും ജ്യോതിഷരംഗത്തെ വൻ വ്യക്തിത്വവുമായ പാടൂർ ശ്രീ രാമദാസാണ് ഗുരു. 11 വയസ്സ് മുതൽ ശ്രീവാസ്തവ ജ്യോതിഷ പഠനം തുടങ്ങി. നമസ്കാരം, എന്റെ പേര് ശ്രീവാസ്തവ്. പാടൂർ രാമദാസ് ജ്യോത്സ്യരുടെ ശിക്ഷണത്തിലാണ് ജ്യോതിഷം അഭ്യസിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ ഏകദേശം 10 വർഷത്തോളം ജ്യോതിഷം അഭ്യസിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇപ്പോഴും ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഒരു 4 വർഷത്തിന് മുൻപിലായിട്ട് ഇവിടെ ആലത്തൂരിൽ ഓഫീസ് ആരംഭിച്ചു. അമ്മാവൻ ജ്യോത്സ്യം നോക്കുന്ന സമയത്തിൽ ഒപ്പം ഇരുന്ന് അതിനുശേഷം അദ്ദേഹം വൈകുന്നേരത്ത് ഈ 2 ശ്ലോകം വീതം എഴുതി തരുമായിരുന്നു. പിറ്റേ ദിവസം അത് കാണാതെ പഠിച്ച് തിരിച്ച് ശ്ലോകം ചൊല്ലിക്കൊടുത്ത് പിന്നീടും വീണ്ടും നമ്മൾക്ക് എഴുതി തരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ജ്യോതിഷം പഠിച്ചുകൊണ്ടിരുന്നത്. പഠന സമയങ്ങളിൽ കാലത്ത് അതിരാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ ശേഷം പഠിച്ചിരിക്കുന്നതായ പഴയ ശ്ലോകങ്ങളെല്ലാം തന്നെ വീണ്ടും ചൊല്ലി അഭ്യസിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു പരിധിവരെ അതിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് 4 വർഷം മുൻപാണ് ഞാൻ ഇവിടെ ഓഫീസ് ആരംഭിച്ചത്. അതിനുശേഷവും അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഇപ്പോഴും വിദ്യാഭ്യാസം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് തീർച്ചയായും ദൈവാനുഗ്രഹം തന്നെയാണ്. കാരണം പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്തിൽ പഠിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നത് സമയത്തിന്റെ കുറവുകൾ വളരെയധികം അനുഭവപ്പെടും. ഓഫീസിലുള്ള കാര്യങ്ങൾക്ക് പുറമെ വീട്ടുകാര്യങ്ങൾ നോക്കി പിന്നീട് അതിനുശേഷം പഠിത്തത്തിലേക്ക് ഇറങ്ങാൻ പ്രയാസമായിരുന്നു. പക്ഷേ ഇപ്പോഴും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അക്കാലത്ത് തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിയിരുന്ന അച്ഛൻ പ്രഭാകരൻ അറിയപ്പെടുന്ന CPM പ്രവർത്തകനായിരുന്നു. അന്നത്തെ നിലവച്ച് നിരീശ്വരവാദിയായതും സ്വാഭാവികം മാത്രം. എന്നാൽ ജ്യോതിഷത്തിലുള്ള മകന്റെ താല്പര്യം അറിഞ്ഞപ്പോൾ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തിയില്ല, പ്രോത്സാഹനം നൽകുകയും ചെയ്തു. പഠിപ്പും ജ്യോതിഷ പഠനവും ഒന്നിച്ച് നടപ്പില്ലെന്ന ഗുരുവിന്റെ വാക്കുകൾക്ക് മുന്നിൽ ശ്രീവാസ്തവയുടെ താല്പര്യം തന്നെ ജയിച്ചു. മിടുക്കനായ ഒരു കുട്ടിയുടെ പഠനം നിർത്തിയതിന്റെ പഴി സ്നേഹനിധിയായ അച്ഛൻ ഏറ്റെടുത്തു. അമ്മ അതിന് താങ്ങായി. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയിട്ട് ഇറങ്ങിയ സമയത്ത് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച് മുന്നിൽ നിന്നിരിക്കുന്നതായ അച്ഛൻ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുൻപാണ് മരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ താല്പര്യം തന്നെ ജ്യോതിഷത്തിൽ നല്ലൊരു രീതിയിലേക്ക് വരണം എന്നുള്ളതായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പഠിച്ചുകൊണ്ടിരുന്നത് 6ാം ക്ലാസ് വരെയാണ്. ആ സമയത്തിൽ എനിക്ക് പഠിത്തം തുടരാൻ സാധിച്ചുള്ളൂ. അപ്പോൾ 6ാം ക്ലാസ്സിന് ശേഷം വരുന്നതായിരിക്കുന്ന അവധിക്കാലത്ത് അമ്മാവന്റെ അടുത്ത് വിരുന്നിന് താമസിക്കാൻ പോയ സമയത്തിൽ കൗതുകപൂർവ്വം പഠിച്ചതാണ് ജ്യോതിഷശാസ്ത്രം. തുടക്കം കുറിച്ചത് കൗതുകപൂർവ്വമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ ധാരാളമായിട്ട് കിട്ടി തുടങ്ങിയപ്പോൾ ഇതിലൂടെ തന്നെ മുൻപിലോട്ട് പോയാൽ എന്താണ് എന്നുള്ളതായിരിക്കുന്ന ചിന്ത വന്നു. അപ്പോൾ പഠിത്തം ഗുരുനാഥൻ ഉപദേശിച്ചത് തന്നെ ഒന്നല്ലെങ്കിൽ ജ്യോതിഷ ശാസ്ത്രം സംബന്ധമായിട്ട് മാത്രം മുന്നോട്ട് പോവുക, ഇല്ലെങ്കിൽ
വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇതിന് തടസ്സം നേരിടും എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അന്ന് പഠിച്ച ആ തുടക്കത്തിലുള്ള ശ്ലോകങ്ങൾ വരെ ഏത് സമയത്തിലും എടുത്ത് പ്രയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ സമയത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം കൂടി ആകുമ്പോൾ രണ്ടും കൂടി തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നും ഏതിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് ആ പ്രാധാന്യമുള്ളതായിരിക്കുന്ന വിഷയത്തിനാണ് അവിടെ മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ആ സമയത്തില് മുൻഗണന ജ്യോതിഷത്തിന് മാത്രമായിട്ടാണ് കൽപ്പിച്ചത്. അപ്പം ജ്യോതിഷ സംബന്ധമായുള്ള പഠനം ആരംഭിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് മതി എന്നുള്ള തീരുമാനം വന്ന സമയത്തിൽ മനസ്സ് പതറിപ്പോയ സമയമായിരുന്നു. ഏത് വേണം എന്ന് തിരഞ്ഞെടുക്കാൻ കഴിയാത്ത സമയത്തിൽ, അതായത് ആ സമയത്തിൽ 1980-കളിൽ BEd കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ അച്ഛനും അമ്മയും വിദ്യാഭ്യാസം ഉള്ളതായിരിക്കുന്ന അച്ഛനും അമ്മയും അവർ പറഞ്ഞതാണ്, ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കാര്യത്തിൽ തന്നെ മുന്നിലോട്ട് പൊക്കോളൂ, എല്ലാവിധത്തിലുള്ളതായിരിക്കുന്ന പിന്തുണയും എനിക്ക് ഞങ്ങൾ ഒപ്പത്തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഗുരുസ്ഥാനത്ത് നിൽക്കുന്നതായിരിക്കുന്ന എന്നെ പഠിപ്പിച്ച മാഷുമാരും ടീച്ചർമാരും വീട്ടിൽ വന്ന് കാണുകവരെ ഉണ്ടായി. കാരണം 2ാം ക്ലാസ് മുതൽ തന്നെ പ്രസംഗം മറ്റുള്ള കാര്യങ്ങളിൽ അച്ഛൻ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ സദസ്സിനെ അഭിമുഖീകരിക്കാനും ആ സ്കൂളിലുള്ള വ്യക്തികളായിട്ട് നല്ല പോലെ അടുത്ത് ഇടപഴകാനും സാധിച്ചിരുന്നു. അപ്പോൾ മാഷുമാരായിട്ടും ടീച്ചർമാരായിട്ടും നല്ല ഒരു ബന്ധം ഉണ്ടായിരുന്നു ആ ചുരുങ്ങിയ കാലയളവിൽ തന്നെ. അപ്പോൾ ഈ ജ്യോതിഷത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്തിൽ ഒരുപാട് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വാക്കുകൾ മാഷുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം അവഗണിച്ച്, എന്ന് വെച്ചാൽ എല്ലാ കുറ്റപ്പെടുത്തലുകളും അച്ഛനും അമ്മയ്ക്കെതിരായിരുന്നു. ഇതിലോട്ട് വിടണ്ട, പഠിച്ച വിദ്യാഭ്യാസമുള്ള നിങ്ങൾ മകന്റേതായിരിക്കുന്ന വിദ്യാഭ്യാസത്തിനെ തടസ്സപ്പെടുത്തരുത് എന്നുള്ളതായിരിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം അവഗണിച്ച് ജ്യോതിഷത്തിലൂടെ പോയാൽ നിനക്ക് നേരാകാൻ പറ്റും എന്നുള്ളതായിരിക്കുന്ന ഉപദേശത്തോടു കൂടിയിട്ട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് അമ്മയേക്കാൾ ഉപരി അച്ഛനായിരുന്നു. കടുത്ത ജീവിതാനുഭവങ്ങൾക്കിടയിൽ മകന്റെ വിശ്വാസം നിരീശ്വരവാദിയായ അച്ഛനെയും വിശ്വാസിയാക്കി മാറ്റിയ അനുഭവവും ശ്രീവാസ്തവയ്ക്കുണ്ട്. അങ്ങനെ അച്ഛന്റെ ആവശ്യപ്രകാരം ശ്രീവാസ്തവ അദ്ദേഹത്തിന്റെ ഭാവി ഗണിച്ച് പറഞ്ഞു. അച്ഛൻ ഡൽഹിയിലെ സ്റ്റെനോഗ്രാഫറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടുത്തെ ജോലി വേണ്ടാന്ന് വെച്ച ശേഷമാണ് ഒരു ചിട്ടി സ്ഥാപനത്തിൽ തുടങ്ങി. ചിട്ടി സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് അതിന്റെ ഓണർ പൈസ കൊടുക്കാതെ നാട്ടുകാരെ പറ്റിച്ച് മുങ്ങിയ സമയത്തിൽ അതിന്റെ ബാധ്യത മുഴുവൻ കൊടുത്തു തീർക്കേണ്ടതായിരിക്കുന്ന അവസ്ഥ അച്ഛന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തില് കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പൊ കുടുംബം തന്നെ മൊത്തത്തിലൊരു പരിതാപകരായിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്ന സമയത്തില് അമ്മാവനായിരിക്കുന്ന രാമദാസ് ജ്യോത്സ്യർ ആണ് ഞങ്ങളെ പൂർണ്ണമായിട്ടും സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആനന്ദന്മാറയിൽ ട്യൂട്ടോറിയൽ കോളേജ് നടത്തുകയും അതിനുശേഷം പഞ്ചായത്ത് മെമ്പറായിട്ട് ജോലി അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതായത് നിരീശ്വരവാദിയായിരുന്നു ആദ്യം തുടക്കത്തിൽ അച്ഛൻ. അപ്പൊ ആ സമയത്തില് ഈശ്വരനെ കുറിച്ചുള്ളതായിരിക്കുന്ന വിശ്വാസങ്ങളോ അല്ലെങ്കിൽ ജ്യോതിഷ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിലുള്ള വിശ്വാസങ്ങളെല്ലാം വളരെ കുറവായിരുന്നു. ആ കുറവായിരിക്കുന്ന സമയത്തിലും ഈ ജ്യോതിഷത്തിലേക്ക് എന്നെ പഠിക്കുവാൻ വേണ്ടിയിട്ട്, അതായത് എന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1 വർഷത്തോളം കഴിഞ്ഞ ശേഷം അച്ഛനൊരു അസുഖം വന്ന സമയത്തിൽ, അതായത് ജസ്റ്റ് ഒരു 2-3 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതായിരിക്കുന്ന പനി, അതായത് എത്ര പനി വന്നാലോ എന്ത് അസുഖങ്ങൾ വന്നാലോ വിശ്രമിക്കാത്ത വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി ആ സമയത്തിൽ 2-3 ദിവസത്തോളം കിടക്കയിൽ തന്നെ കിടന്ന് കഴിച്ചു കൂട്ടേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്തിൽ എന്നെ കൊണ്ട് ആദ്യമായിട്ട് പ്രശ്നം വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ജ്യോതിഷം പ്രശ്നം വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച സമയത്തില് ശാസ്താവിന്റെ അപ്രീതി കാണുന്നുണ്ട്, അയ്യപ്പസ്വാമിയുടെ മറവ് കാണുന്നുണ്ട്. അപ്പോ അയ്യപ്പസ്വാമിയുടെ അടുത്ത് 41 ദിവസത്തോളം വ്രതം എടുത്ത് ശബരിമലയിൽ പോയിട്ട് വരാം എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അസുഖം മാറും എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒരു കൗതുകപൂർവം അല്ലെങ്കിൽ ജിജ്ഞാസയോടുകൂടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാകും എന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ധൈര്യമായിട്ട് ചെയ്തോളൂ, 100% വ്യത്യാസം വരും എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ അധികം വിശ്വാസം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, എങ്കിലും അതേപോലെ തന്നെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഉറങ്ങി. അത്ഭുതം പോലെ തന്നെ അത്ഭുതം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അച്ഛന്റെ പനി ഏതാണ്ട് കുറഞ്ഞ് എണീറ്റിരിക്കാനും സംസാരിക്കാനും കൂടുതൽ നല്ല ഉത്സാഹത്തോടു കൂടിയിട്ട് ജോലിക്ക് പോകാനും സാധിച്ചു.
അതിനുശേഷം ഈശ്വരനോടുള്ള താല്പര്യം ക്രമേണ വർദ്ധിച്ചു. നിരീശ്വരവാദി പോയി സത്യത്തിൽ ഈശ്വരനെ തന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന അവസ്ഥയിൽ അവസാന നാളുകളിൽ എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വേർപിരിഞ്ഞെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ സജീവമായിരിക്കുന്ന സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്.